അമിഗോസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ രാവിലെ നടക്കണ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ 6 മണിയൊക്കെ ആയിട്ട് എണീറ്റ്. അപ്പോൾ കുഞ്ഞിച്ചൊക്കെ നല്ല ഉറക്കത്തിലാണ്. അവൻ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വണ്ടി കയ്യിൽ വേണം. അവൻ്റെ വെള്ളം കുപ്പി ഉണ്ട്. ആൾ രാത്രിയൊക്കെ ഫുൾ വെള്ളം കൂടിയാണ്, എപ്പോഴും വെള്ളം വേണം ആൾക്ക്. അങ്ങനെ രാവിലെ എണീറ്റു. പിന്നെ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കി. പിന്നെ അതേ എണ്ണ വറ്റാൻ പോവാണ് മുടിയിൽ. എൻ്റെ മുടി അത്യാവശ്യം സ്പ്രിങ് ടൈപ്പ് ആയിരുന്നു. എല്ലാ ദിവസവും എണ്ണ പറ്റില്ലെങ്കിൽ ഭയങ്കര പാറിപ്പറന്നിരിക്കും. തീ അടുത്ത് കൂടെ പോയാൽ പെട്ടെന്ന് മുടിയിലേക്ക് ചാടി പിടിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും എണ്ണ പറ്റാറുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അച്ചായിക്കും ചുരുണ്ട മുടിയാണ്. അച്ചായുടെ മുടിയാണ് എനിക്കും കിട്ടിയേക്കണേ. ചേച്ചിക്ക് അമ്മയുടെ മുടിയാണ് കിട്ടിയാണ്. കാണാനും അതേപോലെ തന്നെയാണ്. പക്ഷെ മുടിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷേ സ്പ്രിങ് ആയിട്ട് കിടക്കണ പറഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് ചുരുണ്ട് കയറി കിടക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പൊട്ടിടാൻ നോക്കിയപ്പോൾ കണ്ണാടിയിൽ ആരോ തൊട്ടൊരു നീല പൊട്ടിരിക്കണ്ടേ. മിക്കവാറും ചേച്ചിയായിരിക്കും. അമ്മ അങ്ങനെ കളർ പൊട്ടി യൂസ് ചെയ്യാറില്ല. അപ്പോൾ കണ്ണാടിയിൽ ഒട്ടിച്ച് വെച്ചിരുന്ന ഒരു പൊട്ട് തൊട്ടു നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ വെളുപ്പിനെ വിളക്കൊക്കെ വെക്കും അച്ഛനല്ലെങ്കിൽ അമ്മ. ഇത് നമ്മുടെ ഗ്രൈൻഡറാണ് കേട്ടോ. പണ്ടത്തെ കാലത്തെ ഗ്രൈൻഡർ അച്ഛൻ വിളക്കായി കൊത്തിയെടുത്തതാണ്. അപ്പോൾ 4:30-5 മണിയാകുമ്പത്തേന് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഇതാണ് എൻ്റെ ബ്ലാക്ക് പിന്നെ നമുക്ക് 2 ദിവസമുള്ളപ്പോൾ കിട്ടിയതാണ് കേട്ടോ. തീരെ പൊടിയായിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയതാണ്. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അന്ന് തൊട്ട് ഞാനും ബ്ലാക്ക് ഭയങ്കര അറ്റാച്ച്ഡാണ് കേട്ടോ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അച്ഛനും അമ്മേനെയും ചേച്ചീനെയൊക്കെ വരണ ആ ഒരു സങ്കടത്തിൽ അതേപോലെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ബ്ലാക്കിനെയും. കാരണം ഞാനായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾ. അച്ഛനും അമ്മയും കടയിലായിരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ A തൊട്ട് Z വരെയുള്ള കാര്യങ്ങൾ ഞാനായിരുന്നു ഡീൽ ചെയ്യണം. ഇപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു കൂട്ടാണ് ആൾ. പക്ഷെ അവർക്ക് ടൈമില്ല കേട്ടോ അവനെ അങ്ങനെ ഫുൾ ടൈം ഇതാക്കിക്കൊണ്ടിരിക്കാനായിട്ട്. പക്ഷെ ആൾ ഹാപ്പിയാണ്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാലും കൂടുതൽ ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാക്കനാടുള്ള വിശേഷങ്ങളും എല്ലാം പറയാറുണ്ട്. അവൻ കേട്ടിരിക്കാറുണ്ട്. എൻ്റെ സങ്കടം വരുമ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ട്. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ തന്നെ രാവിലെ ഇരുന്നു കേട്ടോ. അവനും എന്നെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്കും അവനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക്. അങ്ങനെ ബ്ലാക്കിനെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് നമ്മുടെ നന്ദിനിക്കുട്ടീൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ആട്ടുംകുട്ടി. നന്ദിനിക്കുട്ടീനെ കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്ലാക്കിനെ ഒന്ന് പുന്നാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ നന്ദിനിക്കുട്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. അവളോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ആൾക്കും നല്ല സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അധികമായിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയായിരുന്നു. നന്ദിനിക്കുട്ടിയുടെ വയറ്റിൽ കുഞ്ഞുവാവുണ്ട് കേട്ടോ. അധികമായിട്ടില്ല. അങ്ങനെ നന്ദിനിക്കുട്ടീനോടും വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ നേരത്തെ വെളുപ്പിനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി അമ്മ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മുട്ടക്കറി. ഈ കണ്ടതൊക്കെ ചേച്ചിയുടെ കലാവിരുദ്ധം കേട്ടോ. ചേച്ചി നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു ഗ്ലാസ്സിൽ ചേച്ചി പടമൊക്കെ വരച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്, ഇടിയപ്പം മുട്ടക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം മുട്ടക്കറി. അപ്പോൾ ഞാനുള്ള ദിവസം മിക്കപ്പോഴും അമ്മ ഉണ്ടാക്കാറുള്ളതും ഈ ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അടുക്കളയിൽ കയറിയേക്കാണ്. അപ്പോൾ പറ്റണ പോലെയൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ വീട്ടിൽ ചെന്നാലും. കാരണം നൈറ്റ് കടയൊക്കെ കഴിഞ്ഞ് തട്ടുകടയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ 1 മണിയാവും 2 മണിയാവും. അപ്പോൾ ഞാൻ ചെല്ലണ ദിവസം എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ അമ്മ വെളുപ്പിനെ എൻ്റെ ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ച് കുറച്ച് കട്ടിയായിരുന്നു, മാവ് കുറച്ച് കട്ടിയായി പോയായിരുന്നു. അപ്പോൾ എനിക്ക് പീച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ അമ്മ സൈഡിൽ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കണക്കിന് നമ്മൾ ഒപ്പിച്ചെടുത്തു. പക്ഷെ എന്നാലും അമ്മ കളിയാക്കിക്കൊണ്ട് ലാസ്റ്റ് അമ്മ തന്നെ വാങ്ങിച്ച് അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. കാരണം നമ്മുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞു അടുക്കളയിൽ. പിന്നെ ഇത് വീട്ടിലെ കുഞ്ഞി കൃഷിയാണ് കേട്ടോ. തക്കാളി ഉണ്ട്, അച്ചിങ്ങയുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി അവർ തട്ടിക്കൂട്ടുന്നുണ്ട് വീട്ടിൽ തന്നെ. മുളകാണെങ്കിലും ക്യാപ്സിക്കാണെങ്കിലും എല്ലാം ഉണ്ട്. വഴുതനങ്ങയുണ്ട്. പിന്നെ വീട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥിരം കറിയായിരിക്കും തക്കാളി ചമ്മന്തി. കാരണം തക്കാളികൾ എപ്പോഴും ലാഭിഷമാണ്. അതുകൊണ്ട് എപ്പോൾ ചെന്നാലും ഒരു ലോഡ് തക്കാളി ഉണ്ടാവും. അപ്പോൾ സ്ഥിരം ഉണ്ടാക്കാറുള്ള കറിയാണ് തക്കാളി ചമ്മന്തി. അച്ഛനും അമ്മയ്ക്കും പൂച്ചെടീനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇലച്ചെടികളോടാണ്. അതുകൊണ്ട് വീട്ടിൽ കൂടുതലുള്ളത് ഇലച്ചെടികളാണ്. ഇവൻ വീട്ടിലെ മെയിൻ ആളാണ് കേട്ടോ. ഇവൻ വീട്ടിൽ ധാരാളമുണ്ട്. അങ്ങനെ പുറത്തൊക്കെ ഒന്നും കൂടി റൗണ്ട് അടിച്ച് കഴിഞ്ഞ് നേരെ അകത്തേക്ക് പോവാണ് കേട്ടോ. അകത്തേക്ക് പോയപ്പോഴാണ് നമ്മുടെ കുഞ്ഞിച്ചക്കൻ അവിടെ എനിട്ടിരിക്കുന്നുണ്ട്. വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ വണ്ടിയായിട്ട് എനിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ പുറകെയുള്ള പരിപാടിയായി കുറച്ച് അവൻ കളിക്കുകയാണ്.
ഇപ്പോൾ എടുത്തും ആ ജീപ്പിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഒരു കസിൻ പഴനിക്ക് പോയപ്പോൾ ആൻറ്റി വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ ദേ കുഞ്ഞിച്ചക്കൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, അവനെ സുന്ദരനാക്കണേണ്. അപ്പോൾ തലേ ദിവസം അവൻ നന്ദിനിക്കുട്ടീൻ്റെ കൂടെ കളിച്ചപ്പോൾ രണ്ടുപേരും കൂടി ഓടി കളിച്ചപ്പോൾ കുഞ്ഞിച്ചക്കനൊന്ന് വീണ് കാലിൻ്റെ മുട്ടിത്തിരി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് തോർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാണ്ട് തോർത്തിയപ്പോൾ കാലിത്തിരി ബലത്തിൽ തൂത്തു. അപ്പോൾ ആൾക്ക് കുറച്ച് വേദന എടുത്തു. അപ്പോൾ അതിൻ്റെ സങ്കടം പറിച്ചിലാണ്, ഉണ്ട് വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറിച്ചിലാണ്. ഞാനും പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. വെള്ളം ഒഴിച്ചപ്പോൾ അവനങ്ങനെ നീറ്റിലൊന്നും ഉണ്ടായില്ല, പക്ഷെ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആൾക്ക് വേദന എടുത്തത്. അപ്പോൾ അതിൻ്റെ സങ്കടം പറിച്ചിൽ ഫോൺ കണ്ടപ്പോൾ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ ദേ അവനെ സുന്ദരനാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ മെയിൻ ചന്ദനക്കുറി തൊടുവാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് മെയിനുള്ള കാര്യമാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കുളിച്ച് കഴിഞ്ഞാൽ നെറ്റിയിലും കയ്യിലൊക്കെ ഒന്ന് ഒരു കുറി തൊട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അവരും അതിപ്പോൾ ശീലമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പൊട്ട് തൊട്ട് പറഞ്ഞ് വേഗം ഓടി വരും. അപ്പോൾ ദേ കുഞ്ഞിച്ചക്കനെ ഒന്ന് സ്നേഹിച്ച് നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞിച്ചക്കനെ പുറത്തേക്ക് ഇറക്കി വന്ന് ദേവലൊക്കെ കണ്ടപ്പോൾ ആൾ പ്രാർത്ഥിച്ചു. നേരെ പോയത് ബ്ലാക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ബ്ലാക്കായിട്ട് അവനും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കുഞ്ഞിലേ തൊട്ട് ബ്ലാക്കിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് ബ്ലാക്കിനെ എപ്പോഴും പുറത്തിറക്കണം. അവൻ്റെ മേത്ത് ചാടി കയറി കളിക്കണതാണ് ബ്ലാക്കിനും ഇഷ്ടം. അപ്പോൾ ദേ കൂട് തുറക്കാനിട്ട് ബ്ലാക്കും വഴക്കിട്ടിരിക്കുക. അപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ എപ്പോഴും അച്ഛൻ കൂട് തുറന്ന് കൊടുക്കും. രണ്ടുപേരും ഒരുമിച്ചൊക്കെ കളിക്കാറുണ്ട്. പിന്നെ നേരെ നന്ദിനിക്കുട്ടീൻ്റെ അടുത്തേക്ക്. കുഞ്ഞിനും ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മേട്ടൻ്റെ ആ ഒരു കറക്റ്റ് സ്വഭാവമാണ് ആൾക്കും കിട്ടിയേക്കണത്. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളൊക്കെ. അപ്പോൾ കളമശ്ശേരി ചെന്നാൽ തന്നെ ആൾ ഇതിൻ്റെയൊക്കെ പുറകെ ആയിരിക്കും. വീട്ടിൽ കയറലേ വളരെ കുറവാണ്. അപ്പോൾ അപ്പനും അമ്മമ്മയൊക്കെ ആയിട്ട് എല്ലാത്തിനെയും നോക്കി നടത്തുക, എല്ലാം ചെയ്തു കൊടുക്കുക. അവനിഷ്ടമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണേയൊക്കെ. അപ്പോൾ നമുക്ക് ആടിനൊന്നും വളർത്താൻ അത്ര സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നമ്മളിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ കുഞ്ഞിച്ചക്കൻ്റെ ഫുഡ് കൊടുക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് കൊണ്ടുപോയിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം അമ്മയ്ക്ക് എല്ലാം കൂടി നമ്മൾ പണി കൊടുക്കണത് ശരിയല്ലല്ലോ. കാരണം ആൾ ഒന്നാമതേ രാത്രി തട്ടുകടയിൽ നിന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും. അപ്പോൾ ഇവൻ കിടന്നുറങ്ങുമ്പോൾ അവർക്കും ഉറങ്ങാലോ കുറച്ച് നേരം. അപ്പോൾ ഞാൻ ജോലിക്ക് കൊണ്ടുപോയിക്കുമ്പോൾ അവനെ കുളിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തു എല്ലാം സെറ്റാക്കി ഇരുത്താണ്. പിന്നെ ആൾക്കാണെങ്കിലും വലിയ വാശിയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ നന്ദിനിക്കുട്ടീൻ്റെ അടുത്തോ ബ്ലാക്കിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്നോളും. ഒന്നിടക്ക് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ദേ അവൻ കഴിക്കണതിൻ്റെ കൂടെ തന്നെ ഞാനും കഴിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് കഴിക്കാറ്. അപ്പോൾ ദേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മേനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുട്ടൻ എൻ്റെ മാല എടുത്തുകൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ മാല തരാൻ വന്നപ്പോൾ ചെക്കൻ എഴുതിട്ട് തരണില്ല. അപ്പോൾ ദേ കുഞ്ഞുട്ടൻ എൻ്റെ മാലയൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ദേ എൻ്റെ പതിയെ എൻ്റെ ജോലിയുടെ സമയമായിക്കൊണ്ടിരുന്നപ്പോൾ ദേ വേഗം റെഡി ആവാൻ പോവാണ്. സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നീല പൊട്ടാണല്ലോ. എന്നാൽ നീല ബ്ലൗസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് തട്ടിക്കുട്ടി ബ്ലൗസൊക്കെ വേഗം കൊടുത്തു. കണ്ണെഴുതിൽ നടക്കുകയാണ്. കോളേജിൽ സാരി ഉടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ കുറേ സമയം വേണമായിരുന്നു. പിന്നെ ഇപ്പോൾ സ്ഥിരം കൊടുത്ത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏവിയേഷൻ കോളേജ് ആണെങ്കിൽ അവിടെ കൊമേഴ്സ്, അതായത് ഞാൻ BBAക്കാണ് ക്ലാസ് എടുക്കണത്. അവർ ഡിഗ്രീൻ്റെ കൂടെ ഏവിയേഷൻ്റെ കൂടെ ഒരു ഡിഗ്രി കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ സ്ഥിരമായിട്ടുള്ള ഒരു ജിമിക്ക വെള്ള സരിയായതിൻ്റെ വെള്ളമുത്തിൻ്റെ ഒരു ജിമിക്കയും തപ്പി പിടിച്ചെടുത്തു. പിന്നെ മുടി കെട്ടണം. അപ്പോൾ അമ്മ അവിടെ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം, സമയം വൈകും. കാരണം എനിക്ക് ഫസ്റ്റ് അവർ ഉണ്ട്, എനിക്ക് കലൂർ വരെ എത്തണം. അപ്പോൾ അത്രയും നേരം ഞാൻ പുറത്ത് കലഞ്ഞിരിഞ്ഞ് നടന്നൊക്കെ പറഞ്ഞ അമ്മ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടി സ്ഥിരം കെട്ടണ പോലെ തന്നെ ബാക്കിൽ ക്ലിപ്പിടാണ്. കാരണം അഴിച്ച് കുളിപ്പിനിട്ട് കഴിയുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ അത്യാവശ്യം പറന്ന് മുടി ഭയങ്കര പറന്നിരിക്കും. അപ്പോൾ അതേ ബാക്കിലൊരു ക്ലിപ്പിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ സിന്ദൂരം തുടങ്ങണം. ഗായ്സ്, ഈ സിന്ദൂരം സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത കാരണം എൻ്റെ കുങ്കുമം തീർന്നിരിക്കണ കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് സിന്ദൂരമാക്കി എടുത്തു. പക്ഷേ അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ശരിക്കും സിന്ദൂരം തൊട്ട പോലെ തന്നെ ഇരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ചന്ദനക്കുറി, വെള്ളച്ചന്ദനമാണ് ഞാൻ സ്ഥിരം തൊടാറ്. പക്ഷേ വീട്ടിലെപ്പോഴും മഞ്ഞച്ചന്ദനവും കുങ്കുമവും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഞാൻ എന്തേ മഞ്ഞച്ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞു. അപ്പോൾ റെഡിയാവല് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ നേരെ റൂമിൽ പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോറൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അമ്മ എപ്പോഴും പൊതിച്ചോറ് തരാറുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും നല്ലൊരു ഇലയുടെ മണവും വിശപ്പ് കൂടും ആ സമയത്ത്. അങ്ങനെ നല്ല പച്ചരി ചോറും മുട്ട വറുത്തതിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ അതേ നമ്മുടെ സ്ഥിരം തക്കാളി ചമ്മന്തി. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ സ്ഥിരം തക്കാളി ചമ്മന്തി ഉണ്ടാകുന്നു. മുട്ട കുറേ നാളായിട്ടാണ് ഞാൻ നോൺ വെജ് കഴിച്ചിട്ട്. ഏകദേശം ഒരു 50-60 ദിവസത്തെ നോയമ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം മറ്റേ നവമീൻ്റെയും വിജയദശമീൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഷഷ്ടി എടുത്തു. പിന്നെ ഒരു അമ്പലത്തിൽ നാളികേരം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 19 ദിവസം എനിക്ക് നോയമ്പൊക്കെ കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം മുട്ട കൂട്ടണത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ്
കുഞ്ഞിച്ചക്കൻ്റെ അപ്പാപ്പൻ്റെ കൂടെ കാര്യമായിട്ടുള്ള പണിയിലാണ്. നന്ദിനിക്കുട്ടീൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമൊക്കെ കഴുകാണ്, ചവിട്ടിയും എല്ലാം കഴുകാണ്. പപ്പാപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. അവന് ഇതേപോലെ ചെയ്തു കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മേല് മൊത്തം നനച്ചെന്നുള്ളൂ, എന്നാലും അവനും ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേ അമ്മ എനിക്ക് ടാറ്റയൊക്കെ തന്നു. നേരെ കോളേജിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിച്ചക്കൻ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള മിക്കി ചേട്ടനെ കണ്ടത്. ചേട്ടൻ ബാങ്കിലാണ് ജോലി ചെയ്യണത്. അങ്ങനെ എൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു.